വെൽക്കം ടു ട്രേഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ അനാലിസിസ് നോക്കാം. അതിന് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത്. ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ സപ്പോർട്ട് ലെവലിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഒരുപക്ഷെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ആ ഒരു സപ്പോർട്ട് ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ആ സപ്പോർട്ട് ലെവലിന്റെ താഴെ ഒരു നല്ലൊരു FEG ഉണ്ട്. ആ ഒരു FEGയെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. വൺ ഡേ ചാർട്ടിൽ ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ എന്തായാലും ആ സപ്പോർട്ട് ലെവലും അതുപോലെ FEGയുടെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. സപ്പോർട്ടിന്റെ വരുന്നത് 3195.621 ആണ്. അതുപോലെ FEGയുടെ വരുന്നത് 3173.797 ആണ്. ആൻഡ് 3089.946 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ എടുക്കുന്ന ചാർട്ട് പ്രകാരം ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വരയ്ക്കുന്ന സമയത്ത് കൃത്യമായി ക്യാൻഡിൽസും മറ്റു കാര്യങ്ങളും നോക്കിയതിനു ശേഷം വരയ്ക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ആ റെസിസ്റ്റൻസ് ലെവലിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, നോക്കിയാൽ കാണാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് നാളിങ്ങനെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നു, ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി, വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഇവിടേക്ക് റീടെസ്റ്റ് വരാൻ ഒരുപക്ഷെ സാധ്യത ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3259.945 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് വരുന്ന ദിവസമാണ്. CPI ന്യൂസുകൾ വരുന്നതാണ്. CPIയിൽ കോർ CPI മന്ത്ലി വരുന്നുണ്ട്, CPI മന്ത്ലി വരുന്നുണ്ട്, CPI ഇയർലി വരുന്നുണ്ട്. എന്തായാലും CPI മന്ത്ലിയുടെ ഫിഗർ ഒന്ന് നോക്കാം. നമുക്ക് CPI മന്ത്ലിയുടെ നോക്കുന്ന സമയത്ത് 0.1% ആയിരുന്നു പ്രീവിയസ്. ഫോർകാസ്റ്റ് വരുന്നത് 0.3% ആണ്. നോക്കിയാൽ കാണാം, ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോർകാസ്റ്റ് തന്നെ വലിയൊരു ഫിഗർ ആണ് കഴിഞ്ഞ തവണത്തേക്കാളും. അപ്പൊ ഫോർകാസ്റ്റിന്റെ മുകളിൽ ഒരു നല്ലൊരു ഫിഗർ വരികയാണെങ്കിൽ കറൻസി നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഗോൾഡ് വീക്ക് ആവും. ഇനി നമുക്ക് അടുത്ത ന്യൂസിന്റെ റിസൾട്ട് നോക്കാം. പ്രീവിയസ് -0.1% ആയിരുന്നു ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. 0.3% ആണ്. അതും വലിയൊരു ഫിഗറാണ് തന്നിരിക്കുന്നത്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെയും സംഭവിക്കും. ഇനി CPI ഇയർലിയുടെ 2.4% ആയിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ വന്നിരിക്കുന്നത് 2.45% ആണ്. അതായത് ഫോർകാസ്റ്റ് 2.4% ആണ്. അതിന്റെയും യൂഷ്വൽ എഫക്റ്റ് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഈ ന്യൂസുകളുടെ പ്രത്യേകത വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആണ്. ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ന്യൂസും കൂടിയാണ്. ട്രേഡ് എടുക്കുന്ന സമയത്ത് ആളുകൾ പരമാവധി ആ സമയം ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അതിനുശേഷം മാർക്കറ്റ് ഒരു മൊമെന്റ് തന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരുന്നു, റെസിസ്റ്റൻസ്. നമുക്ക് അതിനൊരു സോണായിട്ട് വരയ്ക്കാം. അപ്പൊ നമുക്ക് സോണായിട്ട് വരയ്ക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു FEGയും കൂടി ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ചേർത്തിട്ടാണ് വരയ്ക്കുന്നത്. ഒരു FEG പ്ലസ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പ്രൈസ് റേഞ്ച് വരുന്നത് 3270.618, അതുപോലെ 3248.828 ആണ്. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഇന്നലെ ആ സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 3218.931, അതുപോലെ 320.769 ആണ്. ഇത് സപ്പോർട്ട് ഏരിയ ആണ്. പിന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു ഏരിയ എന്ന് പറയുന്നത്, കുറച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവലിന്റെ പ്രത്യേകത, ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു സപ്ലൈ നടന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷമാണ് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിനെയും കൂടി നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്.
കാരണം ഇന്ന് സിപിഐ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെന്റ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് മുകളിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് എടുക്കുന്നത് അതുകൊണ്ടാണ്. ആ ഏരിയാസിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3332.440 അതുപോലെ 3353.217 ആണ്. ഇനി താഴോട്ടേക്കുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്കൊന്ന് നോക്കാം. താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ബ്ലൂ ലൈനാണ്. ആ ബ്ലൂ ലൈന് ഒരു ബ്രേക്ക്ഔട്ട് തന്ന് മുകളിലോട്ട് കയറിപ്പോയതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 3162.172 ആണ്. പിന്നെ FEGയുടെ പ്രൈസ് റേഞ്ച് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തതാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ലെവലും കൂടിയുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെയും മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്നതിന് ശേഷം നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്ന് മുകളിലോട്ട് പോയതാണ്. വലിയൊരു രീതിയിലൊരു ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ ആ ഒരു റേഞ്ചിനെ ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 30555997 അതുപോലെ 3026216 ആണ്. ഇനി താഴോട്ടേക്ക് വീണ്ടും വരുന്ന സമയത്ത് വീണ്ടും ഉണ്ട്. ഇതിന്റെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള റാലി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ്. അത് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഏരിയ ആയിട്ട് വീണ്ടും ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിനെ ഒരിക്കൽ കൂടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിടാം. 2980.691 അതുപോലെ 2951.753 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 ഹവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് എൻട്രി സാധ്യതകൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്ന ഒരു ഏരിയ, അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോക്കാം നമുക്ക്. ആദ്യം സെൽ എൻട്രി ആണ് പറയുന്നത്. സെൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്ത് വന്ന് ഈ ഒരു ലൈനും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ റീടെസ്റ്റ് വരാം. ആ റീടെസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വീക്ക് റീടെസ്റ്റ് ആണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പിന്നെ വരുന്ന ഒരു കൺഫർമേഷൻ, ഇത് നല്ലൊരു സെല്ലിംഗ് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. FEGയുടെ ബോർഡർ ആണ്. രണ്ടാമത്തെ നമ്മൾ നേരത്തെ വരച്ച ബ്ലൂ ലൈൻ ആണ്. പിന്നെ വീണ്ടും ഈ ഒരു FEG തന്നെയാണ് ഉള്ളിലേക്ക്. ഈ ഒരു FEGയിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ നിറച്ച് കൺഫർമേഷൻസ് എടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്. മുകളിലോട്ട് പോകുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഇതൊന്നും നല്ലൊരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്ന റേഞ്ച് 3124.744 അതുപോലെ 3111.555 ആണ്. അത് നല്ലൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ FEGയുടെ ബോർഡർ, അവിടെ കൺഫർമേഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ലെവലുകളിലെല്ലാം മാർക്കറ്റ് വരുന്ന സമയത്ത് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. അതുപോലെ തന്നെ വീക്ക് റീടെസ്റ്റോ മറ്റോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി എടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു FEGയിലൊക്കെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം, ബൈ എൻട്രി ഇതല്ല ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ബെയറിഷ് മോഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ബൈ എൻട്രി എടുത്താൽ മതി. അല്ലെങ്കിൽ തീരെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിലേക്ക് ബൈ എൻട്രി വരിക. ഇനി വീണ്ടും ചിലപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് കുറച്ചു നേരം ഇവിടെ നിന്നതിന് ശേഷം ഈ FEG ബോർഡർ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ബൈ എൻട്രികൾ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ബൈ എൻട്രി കിട്ടണമെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, അതായത് ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ബൈ എൻട്രി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഒരു വലിയൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. സപ്ലൈ നടന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കാനുണ്ട്. ക്യാൻഡിൽ ഇവിടെ നോക്കുന്ന പോലെയല്ല. അപ്പൊ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നതിന് ശേഷം ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വരാം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ഗ്യാപ്പ് ഫില്ലിംഗ് നടന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ചിലപ്പോൾ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് വീണ്ടും സ്ട്രോങ് ആയിട്ട് തന്നെ താഴോട്ടേക്ക് വീണേക്കാം. അല്ല ഇവിടെ നിന്ന് വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെവല്, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് CPI ന്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ലെവല് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വരും. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം ഇങ്ങനെ നിന്നതിന് ശേഷം ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതിനെയും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം. അത് 15 മിനിറ്റിന്റെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിന്റെ കളർ ഒന്ന് മാറ്റുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3384.245 അതുപോലെ
3363.570 ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. നല്ല കീ ഏരിയാസ് ഉള്ള മാർക്കറ്റ് ആണ്. അപ്പൊ കീ ഏരിയാസിലൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ട് അല്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊന്ന് നോക്കുക. മാത്രമല്ല ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. കൺഫർമേഷൻ നിർബന്ധമായിട്ടും എടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.